അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത വീഡിയോ എന്തായാലും നമ്മൾ ഈദ് ഷോപ്പിംഗ് ആയിരിക്കുന്നു. അപ്പോൾ അന്ന് ആ ഒരു വീഡിയോയിൽ തന്നെ കമന്റ് ഉണ്ടായി നിങ്ങൾ അനിയന്റെ ഷോപ്പിൽ നിന്നല്ലേ പർച്ചേസ് ചെയ്യല് ഇപ്രാവശ്യം അവിടെ നിന്നല്ലേ എന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് തന്നെ കേട്ടോ പർച്ചേസ് ചെയ്യുന്നത്. നമ്മൾ പുതിയൊരു ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഹോപ്പ് ക്ലോത്തിങ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിന്റെ ഇനാഗ്രേഷനും കാര്യങ്ങളും വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഏകദേശം എത്ര മാസമായിട്ടുണ്ടാവും? 4 മാസമായിട്ടുണ്ടാവും അല്ലേ? കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. അപ്പൊ അവിടത്തേക്കാണ് നമ്മള് പോകുന്നത്. അതിനു മുമ്പായിട്ട് നമ്മള് നദീർഖാന്റെ വീട്ടിലേക്ക് ഒന്ന് പോകുന്നുണ്ട് കേട്ടോ. നമ്മള് എന്തായാലും ഷോപ്പിങ്ങിനായിട്ട് പോകുമ്പോ ലൈറ്റ് ആവും പറഞ്ഞോണ്ട് പിന്നെ നദീർഖാന്റെ വീട്ടിൽ അവിടെ പോയിട്ട് അവിടെ നിന്ന് നോമ്പ് കഴിഞ്ഞിട്ട് അവിടെ നിന്നാണ് നമ്മള് ഷോപ്പിങ്ങിനൊക്കെ പോകുന്നത്. നമ്മളെ കുട്ടികളെ നമ്മൾ ഒന്നിച്ച് ഇരുന്ന് ഫുഡൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കില്ല. അപ്പൊ ഇനി നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് കുട്ടികൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയ ഒരു ബെസ്റ്റ് പ്രൊഡക്റ്റ് ആണ്. ഇതാണ് ലവ്ലാപ്പിന്റെ 4-in-1 ഹൈ ചെയർ വിത്ത് വീൽസ് കേട്ടോ. അപ്പൊ ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് 6 മാസം മുതൽ പ്രായമുള്ള കുട്ടികൾക്ക് യൂസ് ചെയ്ത് തുടങ്ങാൻ വേണ്ടി പറ്റും കേട്ടോ. അതുമാത്രം ഇത് 4 രീതിയിലും കൂടി യൂസ് ചെയ്യാം. അപ്പൊ നമുക്ക് ഈ ഒരു ഹൈ ചെയർ 4 രീതിയിൽ യൂസ് ചെയ്യാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ ഫസ്റ്റ് നമുക്ക് ഇതുപോലെ ഹൈ ചെയർ ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഇതുപോലെ ബൂസ്റ്റർ ചെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഇതേപോലെ ചെയറിന്റെ മേലിൽ വെച്ചിട്ട് കുഷൻ ചെയർ ആക്കിയിട്ടാണ് കേട്ടോ. ഫസ്റ്റ് ആയിട്ട് വരുന്നത് ചെയർ വിത്ത് വീൽസ് ആണ്. ഇതേപോലെ വീൽ കണക്ട് ചെയ്തിട്ടാണ്. അപ്പൊ ഇത് കണക്ട് ചെയ്യാനൊക്കെ അങ്ങനെ ഈസി ആണ് കേട്ടോ. ഇതിന്റെ കൂടെ തന്നെ ഒരു മാനുവൽ വരുന്നുണ്ട്, അതിലെല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് 4 രീതിയിൽ യൂസ് ചെയ്യാന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഈ ഒരു രീതിയിൽ യൂസ് ചെയ്യാം കേട്ടോ, ഇതേപോലെ ഒരു ഹൈ ചെയർ ആക്കിയിട്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് അതിന്റെ കൂടെ കിട്ടുന്ന ആ ലെഗ് മൊത്തമായിട്ട് കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ നമുക്ക് സെക്കൻഡ് പൊസിഷൻ വരുന്നത് ഇതേപോലെ ബൂസ്റ്റർ ചെയർ ആയിട്ടാണ് കേട്ടോ. ഇത് നമ്മൾ സാധാരണ ഒരു ചെയറിൽ ഇരിക്കുന്ന ആ ഒരു ഫീലാണ് ഉണ്ടാവുക. അപ്പൊ നമുക്ക് സെക്കൻഡ് പൊസിഷനിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഇതിന്റെ ഈ ലെഗ് ഒക്കെ ഒന്ന് മാറ്റേണ്ട ആവശ്യമുണ്ട് കേട്ടോ. നമുക്ക് 4 ലെഗ് മാത്രം മതി. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ ലെഗ് മാറ്റാൻ വേണ്ടി ഈ ഒരു ബട്ടണിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ലെഗ് ഒക്കെ മാറ്റാം. അപ്പൊ ലെഗ് റിമൂവ് ചെയ്തതിനു ശേഷം നമ്മൾ താഴെയുള്ള സാധനം ഇവിടെ കണക്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് തേർഡ് പൊസിഷൻ വരുന്ന ഇതേപോലത്തെ ഒരു കുഷൻ ഹൈ ചെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിന്റെ 4 കാലും റിമൂവ് ചെയ്യണം. പിന്നെ അതിനുശേഷം നമുക്ക് ഇവിടെ ഈ ബാക്കിലും പിന്നെ അതുപോലെ തന്നെ ഇവിടെ താഴെയായിട്ട് ബെൽറ്റ് വരുന്നുണ്ട്, അത് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഈ ഒരു പൊസിഷൻ ആണെങ്കിൽ നമുക്ക് ട്രാവലൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഉപകാരപ്പെടും കേട്ടോ. കാരണം നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ട് ഫുഡൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ നമുക്ക് ഫോർത്ത് പൊസിഷൻ വരുന്നത് വിത്ത് വീൽസ് ആണ് കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു വീല് ഇവിടെയുള്ള ഒരു ചെറിയൊരു ഹോളിൽ നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ വീല് കണക്ട് ചെയ്താൽ ഇങ്ങനെ ആട്ടോ ഉണ്ടാവുക. നമുക്ക് ഇത് ഏത് സ്ഥലത്തേക്കും ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്കിത് ശരിക്കും പറഞ്ഞാൽ ഒരു 6 മാസം പ്രായമുള്ള കുട്ടികൾക്കൊക്കെ നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതിന്റെ ഫുഡിന്റെ ട്രേ ഇല്ലേ, നമുക്ക് 3 രീതിയിൽ സൈസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. നമ്മുടെ കുട്ടികളുടെ കംഫർട്ടിന് അനുസരിച്ചിട്ട് നമുക്ക് ഇതിന്റെ സൈസും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഈ ട്രേക്ക് ഒരു കവർ കൂടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികളുടെ ഫുഡിന് ഒരു സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതൊരു ഫുഡ് റെസ്റ്റ് കൂടി വരുന്നുണ്ട്. പിന്നെ കുട്ടികളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് 3-point ഹാർനസ് സേഫ്റ്റി ബെൽറ്റ് ആണ് കേട്ടോ ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ സീറ്റ് കവർ നമുക്ക് ഈസി ആയിട്ട് ഇവിടുന്ന് റിമൂവ് ചെയ്തിട്ട് വാഷ് ചെയ്തിട്ട് തിരിച്ചു വെക്കാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ. അപ്പൊ നിങ്ങളും ഇതേപോലെ ഒരു ഹൈ ചെയർ നോക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ ഇത്. ഇത് വാങ്ങിക്കാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുക്കാം, നിങ്ങൾ കയറി ചെക്ക് ചെയ്ത് നോക്ക്. ബാഗ് പാപ്പ പിടിക്കും വേണ്ട. എന്താണ് ബാപ്പാൻ്റെതല്ല അത്, ബാപ്പ പിടിക്കല്ലോ. ഓക്കെ വാ പോവാ. അങ്ങനെ നമ്മള് വീട്ടിലെത്തിയട്ടോ. ഇനി നോമ്പൊക്കെ തുറന്നിട്ട് മുറിച്ചിട്ടൊക്കെയാണ് ഷോപ്പിലേക്ക് പോകട്ടോ. അല്ല ഇസ്മായിലിന്റെ വൈഫ് കൂടി ഉണ്ട് എന്നാ പറഞ്ഞത്. ഇല്ലേ പോയാ? ഇന്ന് പോകുന്നുണ്ടെന്ന് അറിയുന്നുണ്ട്. ഇന്ന് രാവിലെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മള് നോമ്പ് മുറിക്കേണ്ട സംഭവം ഏകദേശം എല്ലാം റെഡിയായി. ജ്യൂസും വത്തക്ക വെള്ളം, ജ്യൂസ് നമ്മള് സപ്പോർട്ട് ആയിട്ട് അടിച്ചത്. പിന്നെ വത്തക്ക വെള്ളം അപ്പുറത്താണ് കഴിഞ്ഞിട്ടുള്ളത്. നോമ്പില്ലാത്ത 3 ആള് ഇവിടുന്ന് ഫുഡ് കഴിക്കുന്നുണ്ടേ. കുടിച്ചാ കഴിച്ചു തുടങ്ങിക്കോ. ഇസ്മായിലൊന്നുമില്ല കഴിച്ച്. നമ്മള് നോമ്പ് മുറിയും നോമ്പ് തുറയും എല്ലാം കഴിഞ്ഞ് നമ്മള് പർച്ചേസിന് പോയിട്ടാ. നെസുവിന്റെ ഡ്രസ്സ് എല്ലാം ചേഞ്ച് ചെയ്തിട്ടുണ്ട്. കെൻസുവിന്റെ ഡ്രസ്സ് എടുത്തിട്ടുണ്ട് ആള്. പോവാ ഐസുവിന്റെ ചെരുപ്പ് ഇട്ടിന്, അങ്ങ് മറിച്ചിട്ട് ഇട്ടിനല്ലേ. കേറിക്ക നമ്മള് കേറിക്ക. നമ്മളെ ഷോപ്പിൽ എത്തിയട്ടോ. നമ്മളെ ഷോപ്പ് കറക്റ്റ് എവിടെ വരുന്ന വിചാരിച്ചാൽ ഇതാ ജീസൺസിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ, ഹോപ്പ് ക്ലോത്തിങ്. കേറിക്കോളി. ഇതായി തുടങ്ങിയെടുക്കേ.
നല്ലതാണ്. ഏതാ മോഡൽ ഏതാ? ഞാൻ ഫസ്റ്റിലെന്നെ വെസ്റ്റേൺ കേട്ടോ. പിന്നെ നമ്മളെപ്പോ ചുരിദാറല്ല അധികം കാണിച്ചെടുത്തേ ആണ്. ഇപ്രാവശ്യം ഒന്ന് വെസ്റ്റേൺ ഇട്ടിട്ട് കാണിച്ചിടാൻ തന്നെ. ഇത് അടിപൊളി ഷർട്ട് കേട്ടോ. ഞാൻ കണ്ട് ഡിസ്പ്ലേയിൽ കണ്ട പാടന്നെ മറിച്ച് ഇത് എടുത്തോന്ന് പറഞ്ഞിട്ട് അങ്ങനെ സ്റ്റൈൽ ചെയ്ത് ഇനി വേറൊരു കളർ മറിച്ച് പറഞ്ഞ് ഇതെന്റെ രസമാണ്. രസല്ലേ? നല്ല ഭംഗിയുണ്ട. കൺഫേം ചെയ്തിട്ടാ. വേറെ കൊറേ കളക്ഷൻ വന്നിട്ടുണ്ട്. അതിൽ നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട 2-3 എടുക്കും ഇല്ലേ? അപ്പൊ ഞാൻ ഈ വെറൈറ്റിന്റെ ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ. നല്ല വെറൈറ്റി കളേഴ്സാ വരുന്നത്. ഏതെടുക്കണമെന്ന് കൺഫ്യൂഷൻ ആയിട്ടാ ഉള്ളത്. ഇതിന്റെ ഇതാ ബ്രൗൺ ഉണ്ട്, ഗ്രീൻ ഉണ്ട്, ലാവൻഡർ ഉണ്ട്. മറിച്ച് ഇതെന്ത് കളറാ? ജിങ്കോ കളർ ഉണ്ട്. അത് വളരെ സ്പെഷ്യൽ ആയിട്ടോ. ബ്ലാക്ക് ഉണ്ട്. ഇതിലെ പ്രിന്റ് വ്യത്യാസം വരുന്നല്ലേ? റെഡ് കളർക്ക് അതേപോലെ കുറച്ച് ഡാർക്ക് കളർ ആയിട്ട് വരുന്നുണ്ട്. ഇതും നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതും എനിക്ക് അത്യാവശ്യം നല്ലോണം ഇഷ്ടപ്പെട്ടു. കാരണം ഇതിന്റെ ഈ ഒരു കളർ ഉണ്ട്, കോഫി കളർ. ഇത് പാന്റ് വന്നിട്ട് നല്ല ഭംഗിയുണ്ടാവും. ശരിക്കും ഇവിടെ ഇട്ടതുണ്ടല്ലോ ഈ പാന്റ് അല്ലാതെ സ്കേർട്ടിലും ചെയ്യാൻ തോന്നുന്നല്ലേ? സ്കേർട്ടില് ഇട്ടാലും നല്ല ഭംഗിയുണ്ട്. ഇട്ട് നോക്കുന്നു, ട്രൈ ചെയ്ത് നോക്കുന്നു. ഇസ്മാലി അടുത്ത് പറയുന്നുണ്ട്. ഇത് മർജാന്റെ സ്റ്റൈലാട്ടാ. ഒരു കത്തുന്ന സാധനം ഇട്ട് പോകാൻ പറ്റുന്നുണ്ട് കേട്ടോ. നല്ല അട്രാക്ഷൻ ആകുന്ന ഒരു കളറാണ് ഇത്. പാകിസ്ഥാനിൽ ഹാൻഡ് വർക്ക് വരുന്ന കേട്ടോ. ഹാൻഡ് വർക്ക് വരുന്ന ഡബിൾ ഷെയ്ഡ് വരുന്ന അല്ലേ ഇത്? ഡബിൾ ഷെയ്ഡ്. കുറച്ച് ഒരു വെറൈറ്റി ഞാൻ ഇതുവരെ ഇടാത്ത കളേഴ്സ് ആണ്. പക്ഷെ ഇതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ ഈ ഒറ്റ കളർ ഇവിടെ ബാക്കി ആയിട്ടുള്ളൂ കേട്ടോ. ബാക്കി എല്ലാ കളേഴ്സും പോയി. മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതും അടിപൊളിയാണ്. ദൂരത്ത് നിന്ന് കാണും. അപ്പൊ മറ്റേ നമ്മള് നേരത്തെ ഞാൻ ഇട്ട് നോക്കിയിട്ടുണ്ടായിട്ടില്ല. അതില് വേറൊരു ടൈപ്പ് ഷർട്ടും ഡെനിമിന്റെ സ്കേർട്ടാണ് കേട്ടാ. നദീർ ഇട്ടിട്ടുള്ളത് നമ്മളെ മോഡൽ നദീർ. ഞാൻ നേരത്തെ ഇസ്മായിൽ പറയുന്നത് സ്കേർട്ട് ഇട്ട് വെക്കണം അല്ലേ? പിന്നെ എന്തെങ്കിലും പറയും. ഇഷ്ടപ്പെട്ടു? എന്താ ചെയ്യുന്നു മേഡം? ഫോണ് നോക്കിട്ടിരിക്കുന്നു, ബില്ലടിക്കുന്നു അല്ലേ? വെറുതെ ഡ്രസ് എടുത്തില്ലേ? നോക്കിയില്ല? നോക്കിക്കൊന്നല്ലേ ഇപ്പൊ തന്നെ. ഇത് ഡമ്മിക്ക് വെച്ച സൽവാറിൽ വരുന്നു കേട്ടോ. സ്റ്റൈൽ അതേപോലെ കട്ട് ചെയ്യുന്നുണ്ട്. യെല്ലോ കളർ ഒരു ഇത് ഗ്രീനാ? ഗ്രീൻ സോ ഗ്രീൻ. ഇത് പാകിസ്ഥാനി ഷൂട്ടില് ചെറിയ ഒരു ഹാൻഡ് വർക്ക് വരുന്നു. ഇതിന്റെ ഒരു കളറും കൂടി ഉണ്ടോ? സൈസ് അവൈലബിൾ. ഇതാണ് നമ്മളെ മർസി നേരത്തെ പറഞ്ഞല്ല, അതേപോലെ മാച്ചാക്കാന്ന് പറഞ്ഞത്. ഈ കളർ നല്ല രസമുണ്ടോ? ടോപ്പ് നല്ല ജിംഗ്ലോ വർക്കിലായിരുന്നതാണ്. അതിന്റെ കളേഴ്സ് ഇമ്പോർട്ടഡിൽ വരുന്ന സാധനം തന്നെയാണ് കേട്ടോ. ഒരു മോഡസ്റ്റ് വെയർ അല്ല, ഒന്ന് ഇമ്പോർട്ടഡ്. നല്ല ഐറ്റാണ്. ബെൽറ്റെല്ലാം വരുന്ന ഒരു ഐറ്റാണ്. ചെറിയൊരു ജിംഗ്ലോ പ്രിന്റ്. മംഗളം വിട്ട് കളിക്കില്ലല്ലേ? അതിന്റെ ഒരു കളറും കൂടി ഉണ്ടോ. പിന്നെ ഈ പ്രിന്റിന്റെ ഒരു 3 കളർ. ഇതൊരു സൽവാറാണ് കേട്ടോ. നല്ല പ്രീമിയം ഐറ്റം സാധനം കേട്ടോ. അതിന്റെ കളേഴ്സ് ഉണ്ടാവും. ഇതിന്റെ കളേഴ്സ് അവൈലബിൾ എത്ര ഉണ്ടാവും? അതിന്റെ 3 കളർ അവൈലബിൾ ആണ് കേട്ടോ. ഇപ്പൊ ഇസ്മായിൽ കൊണ്ടുവന്ന ഐറ്റം കേട്ടാ. മർസി ഇട്ടോക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. ഇട്ടോന്നതിന് ശേഷം കാണിച്ചു തരാന്. ഇപ്പൊ മർസി വേറെ ഐറ്റം ഇട്ടോക്കാൻ വേണ്ടി പോയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞത് ഇസ്മായിൽ ഇപ്പൊ കൊണ്ടുവന്നത്. ഇതിന്റെ ബെൽറ്റൊക്കെ വരുന്നുണ്ടോ പറഞ്ഞത്? ഇതിന്റെ കുറെ കളേഴ്സ് ഉണ്ടാവില്ലേ? 4 കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ. ഇത് നല്ല വർക്കെല്ലാം വരുന്ന അടിപൊളി സാധനം. മർസി ഇട്ടത് ഒരു കഫ്താൻ മോഡലാണ് കേട്ടോ. ഇതിന്റെ പേന്റ് ഇട്ടിട്ടില്ല. ഇത് കാണിച്ചു തരാൻ വേണ്ടി ആ ഒരു മോഡലും. കഫ്താൻ കൈ ഇങ്ങനെയൊക്കെ കഫ്താൻ എതിർ എന്തോ ഇട്ടൊക്കെ പോയിട്ടുണ്ട്. അതിന്റെ കളർ അതാ അവര് കാണിച്ചു തരുന്നത്. ഗ്രീൻ. ഒരുപാട് വെറൈറ്റി ടോപ്പ് ഉണ്ട് കേട്ടോ. വെസ്റ്റേൺ ടൈപ്പ്. വെസ്റ്റേൺ അല്ലേ ഇത് മൊത്തം പറഞ്ഞാൽ? അവിടെ ഇത് അടിപൊളി സാധനം. ഇതെടുത്തെ ബ്ലാക്ക് മാത്രമേ സാധനം അവൈലബിൾ ആയിട്ട് കേട്ടോ. ഇന്ന് വന്നാൽ കിട്ടും.
അല്ലെ നാളത്തേക്ക് ചിലപ്പോ പോലെ ചിലപ്പോ ഉണ്ടാവില്ല. ഇവിടെ കുറെ സമയമായിട്ട് ഇവിടെ വന്നിട്ട് ഏകദേശം 9:30 ഇവിടെ എത്തി. ഇപ്പൊ 12 മണിയാകുമ്പോൾ പോയെന്ന് നമ്മുടെ വീഡിയോടുക്കല്. ആ വീഡിയോടുക്കലെല്ലാം നടക്കുന്നത്ര. കാരണം വെച്ചാൽ ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ടായിട്ടാ. എല്ലാം ഇവര് റാക്കിലേക്ക് കയറ്റിയെന്ന് എല്ലാം വലിച്ചിട്ടിട്ടുള്ളല്ലേ. നദീര വന്നിട്ടുണ്ട്. ഏതാ എടുത്തിന് ഇത് നേരത്തെ ഇട്ടോക്കി, നീ ഇട്ടോക്കിന്റെ അതിന്റെ വേറെ കളറല്ലേ പാന്റ് അല്ലേ. അല്ല ഈ കളറും കുഴപ്പമില്ല അല്ലേ. ഇത് ഞാൻ നേരത്തെ എടുത്ത് കാണിച്ചിട്ടില്ലേ. അപ്പൊ ഞാനൊരു ഗ്രീൻ കളർ എടുത്തോണ്ടതിനല്ല, അത് വേറെ ഇതല്ലേ. അതിനൊക്കെ റിബ് വരുന്നത്. പിന്നെ ഇത് വേറെ റേറ്റ് ആണ് കേട്ടോ. പാകിസ്ഥാൻ ഹാൻഡ് വർക്കിൽ വരുന്നത്. ഇതിന്റെ കളറ് പറയാണ്ടിരിക്കാൻ കളറാട്ടാ. ഇതിന്റെ ഷാൾ അതല്ലേ, ഇതിന്റെ ഷോളും ഇപ്രാവശ്യം മൊത്തം ഇങ്ങനത്തെ ലെങ്കുന്ന കളറാണല്ലേ വരുന്നത്. ജിങ്ക്ലാങ്കി കളറാണല്ലേ ഇതിന്റെ ഷോളും എങ്ങനെ വരുന്നത്. ഇതും നല്ല അടിപൊളിയാണ് കേട്ടോ. ഇതിന്റെ കളറ് നല്ല അടിപൊളി. വേറെ എന്ത് കളറല്ലേ. പിന്നെ അതിന്റെ വേറെ ഇതാ ഈ ഒരു കളറാട്ടാ വരുന്നത്. നല്ല പൂവും മറ്റേ ഇലയെല്ലാം ഉണ്ടല്ലോ. നമ്മള് ഉമ്മാക്ക് ഇഷ്ടപ്പെടും. ഒരാള് നല്ല ലെങ്കുന്ന കളർ ഇട്ട് വന്നിട്ടുണ്ട് കേട്ടോ. മസ്തി നേരത്തെ ഡബിൾ കളർ ഇല്ല അതിന്റെ അതുപോലത്തെ വേറെ അല്ലേ. ആ പാകിസ്ഥാൻ തന്നെ ഹാൻഡ് വർക്കില്. ഹാൻഡിൽ ഇങ്ങനെ വർക്ക് ചെയ്യുന്നു. ഇതിപ്പോ നദീറ ഇട്ട് നോക്കിയ അതിന്റെ ബ്ലൂ. ഇതൊരു ഷൈൻ ടൈപ്പ് വരുന്നത് അല്ലേ. ഇതിന്റെ കൈക്കും നല്ല ഇതെല്ലാം സൽവാർ ഐറ്റംസ് ഒക്കെയാണ് കേട്ടോ. ഇത് ഈ 2 സെക്ഷനും അതെ ഇതിപ്പോ കുറെ വലിച്ചിട്ടാ ഉള്ളത് റാക്കില്. കളക്ഷൻസ് ഇനിയും ഉണ്ട്. ഇതെല്ലാം പുതിയ ഇതിന്റെ കളക്ഷൻ. ഇതിന് മസ്ലിൻ ക്ലോത്തിൽ വരുന്ന എത്നിക് വെയർ ആണ്. ഇതിന്റെ കുറെ കളക്ഷൻസ് റാക്കിൽ വലിച്ചിട്ടാ ഉള്ളത്. കയറ്റം അത്രയും ഇതിൽ കുറച്ച് ഐറ്റംസ് നമ്മൾ കാണിച്ചു തരാം. കാരണം എല്ലാം കാണിച്ചു തന്നാല് നേരം വെളുക്കുന്നു. ആ രണ്ടും കാണിച്ചു. ഇത് മസ്ലിൻ ക്ലോത്തിൽ വരുന്നല്ലേ. നെക്ക് ചെറിയൊരു വർക്ക് ഉണ്ടാവും. അതിന്റെ വേറെ പ്രിന്റ് ഉണ്ടാവും. പിന്നെ നെക്കിന്റെ ഒരു ഇതിന്റെ കളർ ചേഞ്ച് ഉണ്ടാവും. അതിന്റെ മെറൂൺ. ഇതിന്റെ ഷോള് നല്ലൊരു ഉണ്ടല്ലേ. അതിന്റെ നെക്ക് വേറെ പാറ്റേൺ. ഇതൊക്കെ ഇട്ടേനാണ് കേട്ടോ അതിന്റെ ക്ലാസ്. ഇട്ടേനാല എല്ലാ ഡ്രസ്സിലും അങ്ങനെ തന്നെ. കാണുമ്പോ വിചാരിക്കും വലിയ ഭംഗിയൊന്നും ഇല്ലാന്ന്. പക്ഷെ ഇടുമ്പോ മറിച്ചാൻ പറഞ്ഞ ക്ലാസ് എല്ലാം വരാന്. ഇത് ഫസ്റ്റ് കാണിച്ചതിന്റെ ബ്ലാക്ക് അല്ലേ. അതിന് നല്ല രസമുണ്ട് അല്ലേ. മറിച്ച് അധികം കണ്ട ബ്ലാക്ക് കണ്ടാ വിടലില്ല. ബ്ലാക്ക് എടുക്കുന്നില്ലല്ലേ. എപ്പം ബ്ലാക്ക് തന്നെ എടുത്തിട്ട്. ഇത് മൊത്തം ഫുൾ ലെങ്ത് മാക്സി ഗൗൺ ആണ് കേട്ടാ. താഴെയുള്ളത് തന്നെ കോഡ് സെറ്റും വരും അല്ലേ. പിന്നെ ഇതിപ്പോ കൂടുതൽ ത്രെഡ് വർക്ക് ഇപ്പൊ വന്നായിട്ടാണ്. ഇതാ ഞാനിപ്പം അപ്പുറത്ത് പുറത്ത് കാണിച്ചത്. ബ്ലാക്ക് ഉണ്ട് പിന്നെ ഗ്രീന്. ഇത് നല്ല രസമുണ്ട്. ഞാൻ കുറച്ചു മുമ്പ് ഡിസ്പ്ലേയിൽ ഒരു യെല്ലോ കളർ സാധനം കാണിച്ചിരുന്നില്ലേ. കയ്യില് ഹാൻഡിലൊക്കെ ഇങ്ങനെ ഇങ്ങനെ വർക്ക് വരുന്നത്. അതാണ് ടൈവളി പൊട്ടിട്ടുള്ളത്. അയ്യല്ലേ തായാലും അങ്ങനെ തന്നെയായിരുന്നു. പിന്നെ ഇതാ നല്ല പ്രീമിയം റേറ്റ് ആട്ടാ വരുന്നത്. നല്ല ഒളിച്ചിട്ടുണ്ടല്ലോ. നല്ല ഭംഗിയുണ്ട്. ഹാൻഡിലും നല്ല വർക്ക് വരുന്നുണ്ട്. നല്ല എന്താ പറയാ നല്ല പ്രീമിയം വർക്ക് ആട്ടാ വരുന്നത്. ഇതിന്റെ പാന്റിലായാലും ഇങ്ങനെ വർക്ക് വരുന്നുണ്ട് കേട്ടാ. ഇതിന്റെ പാന്റിൽ ഇങ്ങനെ ഒരു വർക്ക് വരുന്നുണ്ട്. ഷോളിനും നല്ല ഹെവി അല്ല ബോർഡർ ആയിട്ട് വരുന്നുണ്ടല്ലേ ഫുള്ള്. അപ്പൊ അതിന്റെ വേറൊരു കളറാണ് കേട്ടോ ഇത്. ലാവൻഡർ കളർ. ഇത് നല്ല രസമുണ്ട്. ഡെനിമിൽ ഇരുന്നൊരു ഫുൾ ലെങ്ത് ടോപ്പാണ് കേട്ടാ. അതിന്റെ 2 ഷെയ്ഡ് 2 ഷെയ്ഡ് കൂടി ഉണ്ട്. സാധനം ഏകദേശം തീരാനായി കേട്ടാ. അല്ലേ അർജോ? വന്നോണ്ടിക്കൂ. അല്ല ഇപ്പൊ കളിക്കുന്ന നേരത്തെ 2 ദിവസം വരെ ഉണ്ടാവും. ആ വീഡിയോ 2 ദിവസം വരെ സാധനം ഉണ്ടായിരിക്കും. ഇത് ത്രെഡ് വർക്കിൽ വരുന്ന ഒരു മാക്സി ഗൗൺ ആണ് കേട്ടാ. ഇപ്പൊ ഇതാന്നല്ലേ ട്രെൻഡിങ് ആയിട്ട് കളിക്കും ത്രെഡ് വർക്കില്. ഇതിന്റെ
കൈ ഇങ്ങനെ വരും. പാറ്റേൺ ആണോ? അതിന്റെ വേറൊരു പാറ്റേൺ, വേറെ പാറ്റേൺ അല്ല, ഡിഫറെന്റ് ആയിരിക്കും. സെയിം പാറ്റേൺ ഫുൾ. അല്ല വർക്ക് ഡിഫറെന്റ്. മാക്സി ഗൗൺ നല്ല രസമുണ്ടല്ലേ. ചുങ്കും ഇത് ഇമ്പോർട്ടഡ് ഇന്ന് വന്ന ഐറ്റാണ് കേട്ടോ. ഇതിന്റെ 3 കളേഴ്സ് ഉള്ളത്. ഒരു കളർ ഇപ്പൊ കൊണ്ടുവന്നാണ് തന്നെ പോയി. 2 കളർ ബാക്കിയുണ്ട്. ചിലപ്പോൾ രാവിലത്തേക്ക് തീരെ. ഇത് ഗൗൺ ആയിട്ട് അല്ല, ഫുൾ ലെങ്ത് അല്ല, ഫുൾ ലെങ്ത് അല്ല, ഇത് ലെങ്ത് ആയിരിക്കും. പാന്റ് സെറ്റ് ചെയ്യാം, പാന്റ് സെറ്റ് ചെയ്യാം. പാന്റ് സെറ്റ് ചെയ്യാം. നീമിന്റെ ഓവർ സൈസ് ടോപ്പാട്ടാ വരുന്നത്. ഇതിന്റെ ഒരുപാട് കളേഴ്സ് ഉണ്ട്. അതിന് ഇപ്പൊ ഈ ഒരു കളേഴ്സ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടാ. മറിച്ച് പിന്നെ നമ്മൾ അടുത്തായിട്ട് നേരത്തെ ഞാൻ ഡിസ്പ്ലേയിൽ ആ സ്കേർട്ടിന് ഇട്ടതിന്റെ വേറെ ത്രെഡ് വർക്ക് ചെയ്തത്. ഇത് ഇമ്പോർട്ടൻ്റ് തന്നെ. ഇതിന്റെ ഒരു പിങ്ക്, ബ്ലാക്ക്. ഇതിന്റെ കളർ ചിലപ്പം വീഡിയോയില് വേറെ ആയിരിക്കും കാണുന്നുണ്ടാവും കേട്ടോ. ഇത് ക്രീം കളറാണ്. ക്രീം കളറാണ് വരുന്നത്. പിങ്ക് ഉണ്ട്. ഇപ്പൊ എല്ലാം അവൈലബിൾ ആണോ? എല്ലാം അവൈലബിൾ. ഇന്ന് വന്നായിട്ടാണ് ഇപ്പൊ കൊണ്ടുവന്നല്ലേ, കൊണ്ടുവന്നത്. വൂളൻ പോലത്തെ മെറ്റീരിയലാണ്, സോഫ്റ്റ് ആയിട്ട് വരുന്നത്. ഇതിന്റെ ത്രെഡ് വർക്കിൽ നീ ലെങ്ത്തിൽ വരുന്ന ടോപ്പാണ് കേട്ടോ. ഇതിന്റെ കളേഴ്സ് ഉണ്ടാവും. മൊത്തത്തിൽ ത്രെഡ് വർക്കിലാണ്. ത്രെഡ് വർക്ക് ഇപ്പൊ അത്യാവശ്യം നല്ല ത്രെഡ് ഒന്നല്ലേ ട്രെൻഡായിട്ട് മാക്സി ഗോൾഡ് വരുന്നത് നീ ലെങ്ത്തിൽ വരുന്നുണ്ട്. അതിന്റെ 5 കളേഴ്സ് ഉണ്ടാവും. അതിൽ അവൈലബിൾ ആണ്. ലാസ്റ്റ് വന്നിട്ട് ഇത് പിന്നെ മാക്സി ഗൗണിൽ വരുന്നതായിട്ട് കേട്ടോ, ഫ്ലോറൽ പ്രിന്റിൽ. ഇത് ഇവിടെ ഒരു ബെൽറ്റ് വരും, അപ്പം അതിന്റെ ലുക്ക് മാറും. ഇവിടെ ഹിപ്പിന് ബെൽറ്റ് വരും, അപ്പം കുറച്ച് ഫിറ്റ് ആയിട്ട് വെക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഇതിന്റെ വേറെയും പ്രിന്റ് ഉണ്ടാവും. പിന്നെ ഇതിന്റെ തന്നെ വൈറ്റിൽ വരുന്നതായിട്ടുണ്ട്. ഇത് വൈറ്റിൽ പ്രിന്റ് വരുന്നത് കേട്ടോ. ഇതും ബെൽറ്റ് വരും. അപ്പം ബെൽറ്റ് വരുന്ന സമയത്ത് ഈ ലുക്ക് ആയിരിക്കും കേട്ടോ. ഞാൻ കൊറേ നാളായിട്ടാ ഈ ഒരു ജേഴ്സി സ്കാർഫിനെ നോക്കുന്നത്. ഇപ്പൊ നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആയത് കേട്ടാ. ഇതിന്റെ കൊറേ കളേഴ്സ് അവൈലബിൾ ആണ്. കൊറേയെല്ലാം സംഭവം തിന്നുന്നാ പറഞ്ഞത്. ഞാനും ഇപ്പൊ ആട്ടാ അറിയുന്നത് ഈ സംഭവം. ഇത് ശരിക്കും എന്താ വീട്ടിൽ പോയിട്ട് ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട്. ഇങ്ങനെയല്ല ഇത് ശരിക്കും വേറെ ഭംഗിയുണ്ട്. പാകിസ്ഥാനി സൂട്ടിന് സൈസ് ഇല്ലാന്ന് വിചാരിച്ചിട്ട് നിങ്ങള് വിഷമിക്കണ്ട കേട്ടോ. ഇതാ പാകിസ്ഥാനി സൂട്ടിൽ തന്നെ 4XL വരുന്ന ഒരു അടിപൊളി ഐറ്റം ഉണ്ട് കേട്ടാ. നല്ല ബ്ലാക്കിൽ വരുന്നത് 4XL ട്ടാ. ഇനി സൈസ് ഇല്ലാന്ന് വിചാരിച്ചിട്ട് ആരും നോക്കാണ്ടിരിക്കണ്ട. അതുണ്ട്. നല്ല അടിപൊളി സാധനം അല്ലേ. നല്ല അടിപൊളി. ഇതിന്റെ ഷോൾ ഇതിന്റെ കൊറേ സാധനം ഐറ്റം ഉണ്ടോ? അതിന്റെ ഓഫ് വൈറ്റ് ഉണ്ട്, പിന്നെ ഒരു ബ്ലാക്ക്, ഒരു ബ്ലാക്ക്, ഒരു ബ്ലൂ. ഇത് അടിപൊളി കളർ കേട്ടോ. നല്ല കളർ. ഇത് ബ്ലാക്ക് തന്നെയല്ല, ഇത് ബ്ലൂവാ. ഇത് ബ്ലൂ, ഇത് ബ്ലാക്ക് അല്ലേ. ഈ 3 കളേഴ്സ് വരുന്നത്. സൈസിലാന്ന് വെച്ചിട്ട് ആരും പേടിക്കണ്ട, വേഗം കേൾക്കാം. അതന്നെ. ഇതിന്റെ ഷോൾ വരുന്നത് കേട്ടാ. ഇത് നല്ല കളർ അല്ലേ. മിറർ വർക്കാ വരുന്നല്ലേ. ഇതെന്താ മർജ് വർക്കിന് മിറർ ഇതെവിടെ മിറർ ഉണ്ടല്ലോ. അങ്ങനെ പറഞ്ഞു. അതിന്റെ ഷാള് വരുന്നത് 2 ചെണ്ടെല്ലാം വരുന്നുണ്ട്. ജീൻസിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടാ. ഒരുപാട് കളേഴ്സ് അവൈലബിൾ. നമ്മൾ നേരത്തെ പർസ് ഇട്ട് നോക്കിയത് ഏകദേശം ഇതേപോലത്തെ ഒരു കളറാണ്. അപ്പൊ ഇത് മോം ഫിറ്റും പിന്നെ അതുപോലെ തന്നെ ബാഗി പെയിന്റും അല്ലേ. ഇമ്പോർട്ടഡ് ഷൂസ് ആണ് കേട്ടോ. സൈസ് അവൈലബിൾ ആണ്. അതന്നെ പാന്റിൽ വലിച്ചിട്ടിട്ടേ ഉള്ളൂ പറഞ്ഞാൽ ഫില്ല് ചെയ്യണം അത്ര കേട്ടാ. എവിടെയെല്ലാം ഒഴിവായിട്ട് കാണുന്നത്. ഇത് ഐറ്റംസും കാര്യമെല്ലാം വരുന്നതിൽ നമ്മൾ ഇൻസ്റ്റയിലെല്ലാം അപ്ഡേറ്റ് ചെയ്യാറുണ്ട് കേട്ടോ. നമ്മുടെ ഇൻസ്റ്റേന്റെ പേജ് ഹോപ്പ് ക്ലോത്തിങ്, നമ്മൾ പണ്ടത്തെ ജിവാ ബോട്ടിക് അല്ല അതിലും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടല്ലേ. അതിലും ചെയ്യുന്നുണ്ട്. ജിവാ ബോട്ടിക്കിന്റെ പേജിലും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാഗ്രാമിൽ കയറിയിട്ട് ഹോപ്പ് ക്ലോത്തിങ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ മതി. പിന്നെ ഇതിന്റെ അവിടെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കാം. ഓക്കെ, ഇങ്ങോട്ട് കയറിയിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിലെല്ലാ അപ്ഡേറ്റ്സും കാര്യങ്ങളും എല്ലാം മൊത്തത്തിൽ ഇടുന്ന പറഞ്ഞാൽ ഞാൻ നിന്നെ ഏൽപ്പിച്ച് എല്ലാ അപ്ഡേറ്റ്സും കാര്യങ്ങളും പുതിയ സാധനം വരുന്നത് എല്ലാം കറക്റ്റായിട്ട് നീ ഇട്ടോളാം. ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ടല്ലേ. പിന്നെന്താ വേണ്ടേ? അങ്ങനെ നമ്മളെ പർച്ചേസും കാര്യമെല്ലാം കഴിഞ്ഞ് നമ്മള് പോയി കേട്ടോ. ഏകദേശം 1 മണിയാവാനായി. 12:30 അല്ലേ. എന്തായാലും 1 മണിയാവും. അപ്പൊ നമ്മളെ ഷോപ്പിന്റെ പേര് മറക്കണ്ട, ഹോപ്പ് എന്നാ കേട്ടോ. സ്ഥലം വരുന്നത് ജീസൺസിന്റെ നേരെ ഓപ്പോസിറ്റ്, അല്ലെങ്കിൽ നമ്മളെ സിത്താര ഫാൻസിന്റെ നേരെ ഓപ്പോസിറ്റ് കേട്ടോ. ഇവിടെ കമ്പില് വന്നിട്ട് അതിന്റെ നേരെ ഓപ്പോസിറ്റ് നോക്കിയാൽ മതി, നമ്മുടെ ഷോപ്പ് കാണും. ഓക്കെ, അപ്പൊ ഇൻഷാല്ലാ നമ്മള് പാട്ട് റൈസ് മേലെ. ഓക്കെ ഓക്കെ ബൈ. എന്താ നമ്മളെ അതിന്റെ ഒന്നിച്ച് വീട് എടുക്കാനാ ഉറക്കം വന്നിട്ടാക്ക്. വാ പോവിന്ന് വാ. വീഡിയോ മതി. ഓക്കെ ബൈ. അപ്പൊ ഓക്കെ നമ്മള് പോയത് അടുത്ത വീഡിയോ ആയിട്ട് കാണാം.